കടുമാങ്ങ അച്ചാർ. മാങ്ങകൾ നന്നായി കഴുകിയെടുക്കണം. ഇത് ചന്ദ്രക്കാരൻ മാങ്ങയാണ്. നല്ല ഫ്ലേവർഫുള്ളായ മാങ്ങയാണ്. നല്ല മണവും രുചിയും ഇതിനുണ്ട്. മാങ്ങകൾ നന്നായി കഴുകി ഒരു കോട്ടൺ തുണിയിൽ നിരത്തിയിടുക. നന്നായി ഈർപ്പം പോയതിന് ശേഷം എടുത്ത് ഓരോ മാങ്ങയും തുടച്ച് തണ്ടോടുകൂടി ഭരണിയിലാക്കണം. ഭരണിയിൽ ഒട്ടും ഈർപ്പം പാടില്ല. മാങ്ങയും കല്ലുപ്പും ലെയറായിട്ടാണ് ഇതിൽ അടുക്കേണ്ടത്. 5 കിലോ മാങ്ങയ്ക്ക് 500 ഗ്രാം കല്ലുപ്പാണ് വേണ്ടത്. ഇങ്ങനെ ഭരണി നിറച്ചതിന് ശേഷം നന്നായി മൂടി കെട്ടി വയ്ക്കണം. ഒരു 10 ദിവസം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി വെക്കണം. ഉപ്പ് നന്നായി എല്ലായിടത്തും എത്താനായിട്ടാണ്. 10 ദിവസം കഴിഞ്ഞാൽ ഭരണി എടുക്കാം, തുറക്കാം. ഇതിൽ ധാരാളം നീരുണ്ടായിട്ടുണ്ട്. മാങ്ങയുടെ നീരും ഉപ്പും ചേർന്ന് ഉണ്ടായിട്ടുള്ളതാണ്. മാങ്ങകളൊക്കെ നല്ല ചുക്കി ചുളിഞ്ഞിരിക്കും. ഇതാ കണ്ടില്ലേ? ഇതിൽ നിറം മാറിയ മാങ്ങകൾ പെറുക്കി മാറ്റി വയ്ക്കണം. മാങ്ങയുടെ നീര് അരിച്ച് എടുക്കണം. ഈ മാങ്ങ നീരിലോട്ടാണ് മുളക് പൊടിയും കടുക് പൊടിയും ചേർക്കേണ്ടത്. 5 കിലോ മാങ്ങയ്ക്ക് 500 ഗ്രാം മുളക് പൊടിയാണ് വേണ്ടത്. കടുക് 300 ഗ്രാം. ഇതിൽ ഞാൻ കുറച്ച് മുളക് അരച്ചത് ചേർക്കുന്നുണ്ട്. കൊഴുപ്പിന് വേണ്ടിയാണ്. പിരിയൻ മുളക് നന്നായി കഴുകി വെയിലത്തുണങ്ങി ചെറുതായി ചീനച്ചട്ടിയിൽ കളർ മാറാതെ ചൂടാക്കി മാങ്ങയുടെ നീരിൽ തന്നെ അരച്ചെടുത്തതാണ്. ഇതിൻ്റെ ഒരു ഘട്ടത്തിലും ഒട്ടും ജലാംശം പാടില്ല. ഇതിങ്ങനെ നന്നായി ഇളക്കണം. അതിനുശേഷം മാങ്ങ ചേർക്കാം. മാങ്ങ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് ഭരണിയിൽ നിറയ്ക്കാം. ഭരണിയുടെ മുകളിൽ എണ്ണയിൽ മുക്കി ഒരു തുണി ഇടണം. നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ച് അതിലൊരു കോട്ടൺ തുണി മുക്കിയതാണ് ഇതിൻ്റെ മുകളിൽ വിരിക്കേണ്ടത്. സൈഡുകൾ ചേർത്ത് വിരിക്കണം. ഒട്ടും പൂപ്പൽ കയറരുത്. ഇനി ഇതിൻ്റെ മുകളിൽ 2-3 തുള്ളി നല്ലെണ്ണ ഇറ്റിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അടപ്പ് വയ്ക്കാം. സീൽ ചെയ്യാം. ഞാൻ മെഴുകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പണ്ട് കാലത്ത് ചക്കമുളഞ്ഞാണ് ഉപയോഗിക്കാറ് സീലിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ചക്കമുളഞ്ഞ് കിട്ടാനില്ലല്ലോ. ഇനി അടപ്പിട്ട് അടച്ച് വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് ടൈറ്റായിട്ട് കെട്ടി ഈച്ച കയറാതെ കാറ്റ് കയറാതെ 6 മാസം സൂക്ഷിക്കാം.